ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. വീണ്ടും എത്തിയിരിക്കുന്നത് L2E എമ്പുരാനുമായിട്ടാണ്. അവർക്ക് അപ്ഡേറ്റ് വേണം മക്കളെ, അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഡെയിലി ഒരു അപ്ഡേറ്റ് വന്നുകൊണ്ട് ഡെയിലി അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് വീണ്ടും പുള്ളി രണ്ട് അപ്ഡേറ്റുകൾ അങ്ങോട്ട് ഇട്ട് തന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി വീണ്ടും വന്നിട്ടുണ്ട് 7:10 സോറി, ഇന്ന് രാവിലെ 7:07 എടുത്തിട്ടുള്ളത്. പക്ഷെ ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സുജിത് വാസുദേവൻ, അങ്ങനെയല്ലേ പുള്ളിന്റെ പേര്, സുജിത് വാസുദേവ്, ക്യാമറമാൻ സിനിമോട്ടോഗ്രാഫർ. എന്തായാലും പുള്ളിക്കാരന് എന്തോ സാധനം കാണിച്ചു കൊടുക്കുന്നുണ്ട്, ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള എന്തോ സാധനമോ അല്ലെങ്കിൽ ആ ലെൻസിങ് ഒക്കെ കാണിച്ചു കൊടുത്തായിരിക്കും. ഇത്ര ഫ്രെയിമാണ് കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. എന്തും ആയിക്കൊള്ളട്ടെ, ഡയറക്ടർ അവിടെ നിന്നിട്ട് അത് നോക്കുന്നുണ്ട്. ഒന്ന് ഫ്രെയിമൊക്കെ ഒന്ന് സെറ്റ് ആക്കാനുള്ള പരിപാടി ആയിരിക്കും. അപ്പൊ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം ഇട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ട്രാവൽ അറൌണ്ട് ദ വേൾഡ് ലുക്കിംഗ് ഫോർ എ ലൊക്കേഷൻ ടു ഷൂട്ട് ദ ഇന്റീരിയേഴ്സ് ഓഫ് MI6. MI6. Oh. In your film, realize the answer was a building that you have walked past 1,000 times in London. L2E എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ തന്നിട്ടുണ്ട്. ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. വെറുതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ചെറിയൊരു സാധനം കിട്ടി, ഓക്കെ, അത് ഇന്നലെ ചെയ്യാൻ മാത്രമൊന്നുമില്ലല്ലോ എന്നിട്ട് അവിടെ ഇട്ടു. എന്തൊക്കെ പറയണല്ലേ. എന്നിട്ട് അടുത്ത അപ്ഡേറ്റിന് വേണ്ടി ഇങ്ങനെ നോക്കി വെക്കുകയാണ്, എന്തായിരിക്കും വരിക, ട്രെയിലറിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്, ട്രെയിലർ അങ്ങനെ തരുമോ, തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് 10 മണിയൊക്കെ ആയപ്പോൾ ഒരു സാധനം വരിട്ടിട്ടുണ്ട്. അതാണ് ഇത്, കാത്തിരുന്നുള്ള സാധനം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു സംഗതി അവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മളെ സ്റ്റീഫൻ നെടുമ്പള്ളി പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ക്യാമറക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കാണ്. കുറേ ഒരു വലിയ കൂട്ടുണ്ട് അവിടെ. ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, വിശദീകരണ യോഗം, രാഷ്ട്രീയ വിശദീകരണ യോഗം എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് വേറെ എന്തൊക്കെയോ PKR എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് അവിടെ നടക്കുന്നത്. ഞാൻ ആദ്യം ഇത് കണ്ട സമയത്ത്, ഞാൻ ഇപ്പോഴാണ് കണ്ടിട്ടുണ്ട്, എടുത്തു വെച്ച സമയത്ത് ഇത് എന്തോ പ്രശ്നം നടന്നിട്ട് കുറെ പത്രക്കാർ വരൊക്കെ വന്ന് നിൽക്കുന്ന പോലെ തോന്നി, പോലീസൊക്കെ വന്ന് നിൽക്കുന്ന പോലെ. അപ്പൊ രാഷ്ട്രീയ വിശദീകരണ യോഗമാണ്. അവിടെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്തോ വിശദീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ചിലപ്പോൾ അവിടെ പറയുന്നുണ്ടാവാം. അപ്പൊ പറഞ്ഞ പോലെ പുറത്ത് മഴ പെയ്യുന്നുണ്ട്, കുറെ ആളുകൾ എന്താ പറയുക കൊടയൊക്കെ പിടിച്ച് വെക്കുന്നുണ്ട്, കുറെ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കുന്നുണ്ട്, പോലീസ് ഉണ്ട്, കുറെ ജനങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പൊ അതാണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ അപ്പുറത്ത് കൊടിയും കാര്യങ്ങളൊക്കെ കുത്തിവെച്ചിട്ടുണ്ട്. വലിയൊരു പോലീസിന്റെ ബസ് കാണുന്നുണ്ട്, പോലീസുകാരൊക്കെ വന്നിട്ടുള്ള. എന്നിട്ട് അവിടെ എഴുതിയിട്ടുള്ള എന്താ നോക്കാം, 27/3/2025 6 hours എന്ന് കൊടുത്തു. അതെന്താ സംഭവം, എന്താന്ന് കിട്ടിയൊരു പറഞ്ഞു തരട്ടെ, എനിക്കത് മനസ്സിലായിട്ടില്ല. 6 hours ഇവിടുന്ന് 6 മണിക്കൂർ കഴിഞ്ഞപ്പോ എന്താ സംഭവിക്കുക, 10 മണിക്കാണ് ഇത് ഇട്ടത്. 11, 12, 1 മണി, 2 മണി, 3 മണി, 4 മണിക്ക് അങ്ങനെ ട്രെയിലർ എന്തെങ്കിലും വരൂ? അങ്ങനെ എന്തെങ്കിലാണോ? അറ്റ് ദ ബ്രേക്ക് ഓഫ് ഡൗൺ ഡാർക്ക്നെസ് ഡീസെൻസ്. അല്ല, ആക്ച്വലി ഈ 6 സംബന്ധം എനിക്ക് മനസ്സിലായില്ല. 6 hours ആണ് HRS എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് 6 മണിക്ക് വരുന്നാണോ? ഇത് അറിയുന്ന ആരെങ്കിലും ഒന്ന് കമന്റ് രേഖപ്പെടുത്തും. നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഈ സാധനം ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ദ ഫസ്റ്റ് ഡേ, ഓക്കെ, ദ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഓഫ് L2E എമ്പുരാൻ വിൽ സ്റ്റാർട്ട് അറ്റ് 6 AM IST. 6 മണിക്ക് തുടങ്ങുന്നതാണ് കേട്ടോ. 5 മണിക്കല്ല. അപ്പോ 12 മണി കേട്ടിരുന്നു, 5 മണി കേട്ടിരുന്നു. അപ്പൊ 6 മണിയാക്കിയിട്ടുണ്ട്. കേരള മൊത്തത്തിൽ 6 മണിക്ക്. 5 മണിക്ക് ആക്കാമായിരുന്നു, 1 മണിക്കൂറെങ്കിലും നേരത്തെ. ഓക്കെ, ഓൺ ദി 27th of March 2025, shows across the world will start at the corresponding time in respective time zones. Stay tuned for further details. 6 മണിക്കാണ് കേരളത്തിൽ മൊത്തം. അതല്ല, ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ടൈം ചേഞ്ച് ഉണ്ടാവും കേട്ടോ. കാരണം ചില സ്ഥലങ്ങളൊക്കെ 7 മണിക്ക് 9 മണിക്കൊക്കെ തുടങ്ങുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് 6 മണിക്ക് തന്നെ ആവുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം 5 മണിക്ക് വരുന്നതാണ് നമ്മൾ ടിക്കറ്റ് നോക്കിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പൊ അതെന്തായാലും 6 മണിക്ക് 5 മണിക്ക് എന്തായാലും പറ്റില്ല. 6 മണിക്കാണ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് 6 മണിക്കാക്കും. അല്ലാതെ അത് പിന്നെ ലേറ്റ് ആവാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. അപ്പോ 27-ാം തീയതി 6 മണിക്ക് നമ്മൾ സിനിമ കാണുന്നു. ഇനി കുറെ ആളുകൾ പറഞ്ഞുള്ളൊരു കാര്യം, ലൈക്ക പ്രൊഡക്ഷൻസ്, ഇന്നലെ നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി എന്ന് നമ്മൾ പറഞ്ഞപ്പോ പിന്മാറിയിട്ടില്ല. നിങ്ങൾ ലൈക്കന്റെ സുഭാസ്കരന്റെ പേര് അതിൽ കണ്ടില്ലേ, ആ പോസ്റ്റേഴ്സിലെ കണ്ടില്ലേ, അപ്പൊ എങ്ങനെയാണ് പിന്മാറുക ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നല്ലേ ഈ ഒരു പോസ്റ്ററിൽ എന്തായാലും ലൈക്കയുടെ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇന്നലെ വന്നിട്ടുള്ള ഒരു പോസ്റ്ററിൽ ആശീർവാദ് സിനിമാസ്, ഗോകുലം മൂവീസ്, ഗോകുലം ഗോപാലൻ കൊടുത്തിട്ടുണ്ട്, ശ്രീ ഗോകുലം മൂവീസ് പ്രസൻസ്
അതുപോലെ ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട് സുഭാസ്കരൻ പ്രസന്റ്. അപ്പൊ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നലെ ഈ പോസ്റ്റർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല, കാരണം ഈ പോസ്റ്റർ വന്നിട്ടുള്ള ആവേശവും 27 വരും എന്നുള്ള ഒരു കൺഫർമേഷനും എല്ലാം കൂടി ആ ഒരു ത്രില്ലായിരുന്നു. അപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് അവിടെ ഉണ്ട്, പക്ഷെ അവർ ഇതിന്റെ ഓവർസീസിൽ നിന്ന് വേറെ എന്തൊക്കെയോ പരിപാടി നിന്നൊക്കെയാണ് മാറിയിട്ടുള്ളത്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നാണോ അതോ പ്രൊഡക്ഷൻ ഇല്ലെന്നാണോ ഏതോ, എന്തായാലും അവർ പറഞ്ഞിട്ടുള്ള എന്തോ സംഭവത്തിൽ അവരുണ്ട്. എനിക്ക് വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷനിലൊന്നും അവർ ചിലപ്പോൾ ഉണ്ടാവില്ല, അതിന്റെ എന്തോ പ്രശ്നങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും മുഴുവനായിട്ട് പിന്മാറി എന്നുള്ളതല്ല, ഈ പറഞ്ഞ പോലെ ഓവർസീസിന്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. OTT അവകാശങ്ങൾ എടുക്കേണ്ട പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഈ ലൈക്കയുടെ സംഭവങ്ങൾ എടുക്കൂല എന്നുള്ളതായിരുന്നു പ്രോബ്ലം. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷെ ആ പ്രശ്നം എന്താണോ അതിൽ നിന്നും എന്തായാലും നമ്മുടെ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള വാർത്തയാണ്, ന്യൂസിലടക്കം വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല. പിന്മാറലൊക്കെ പിന്മാറിയിട്ടുണ്ട്, പക്ഷെ മൊത്തത്തിൽ സിനിമ മൊത്തം ഉപേക്ഷിച്ച് പോയിക്കല്ല. ഇനി ഇതിവിടെ പറയാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, കുറെ ആളുകൾ ഓർമ്മപ്പെടുത്തി എന്നുള്ളതൊന്ന്, അതല്ലാതെ പറയാനുള്ള കാരണം കുറെ ആളുകളുടെ കമന്റുകൾ ഇതിന്റെയൊക്കെ താഴെയും അതല്ലാതെ പല പോസ്റ്റിന്റെയും താഴെ കണ്ടു. ലൈക്കക്ക് സംഗതി മനസ്സിലായി, പടത്തിന്റെ ഏതാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് മൊത്തത്തിൽ ഇട്ടെറിഞ്ഞു പോയി, ലൈക്ക രക്ഷപ്പെട്ടു എന്ന്. ഇനി അത് പറയാൻ നിൽക്കരുത്, കാരണം ലൈക്ക മൊത്തത്തിൽ സിനിമ ഇട്ട് പോയേക്കല്ല. എന്തായിരുന്നോ പ്രോബ്ലം ആ വിഭാഗത്തിൽ നിന്ന്, ആ ഭാഗത്ത് നിന്ന് ലൈക്ക പിന്മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല മൊത്തത്തിൽ സിനിമ ഇത് ഞങ്ങൾക്ക് വേണ്ട അറിഞ്ഞിട്ട് ഉപേക്ഷിച്ച് പോയിരിക്കല്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ കാരണം പറഞ്ഞ് എമ്പുരാന്റെ നെഞ്ചത്താരും കയറാൻ നോക്കരുത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ